ഇതിന്റെ മോണിറ്ററിംഗ് നേരിട്ട് പ്രധാനമന്ത്രിയാണ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് കേന്ദ്ര സേന, അതായത് എയർഫോഴ്സ്, ആർമി, നേവി, NDRF എല്ലാം ഇവിടെയുണ്ട്. അപ്പം പ്രധാനമന്ത്രിയാണ് മോണിറ്റർ ചെയ്യുന്നത്. കൂടുതൽ ടീംസിനെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഹോം മിനിസ്റ്റർ അമിത്ഷാജിയാണ് അതിന്റെ 24 hours അതിന്റെ നിരീക്ഷണം നടത്തുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള അന്വേഷണം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ 120 വീടുകളുണ്ടായിരുന്നു, ഇവിടെ ഇത്ര പേരുടെ ഇത് കിട്ടിയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അറിയാം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. അതായത് സെൻട്രൽ ഫോഴ്സസിൻ്റെത് സ്റ്റോക്ക് എടുത്തിട്ട് അപ്പം തന്നെ അയക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ കോർഡിനേഷനാണ്. ഓവറോൾ കോർഡിനേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. കാരണം അവരുടെ ഇവിടുത്തെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് അവിടെയാണ്. ഞാൻ ഈ സെൻട്രൽ ഫോഴ്സസിൻ്റെ ഇതിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളതെല്ലാം റിപ്പോർട്ട് ചെയ്യാണ് ഇവിടെ നിന്നുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതാ അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഏതാണ്ട് 2 കോളം, അത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, DSCയുടെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിൻ്റെത് ഒരു കണ്ണൂരിൽ നിന്നുള്ള ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ 2 കോളം ആർമിയുടേത് കോഴിക്കോട് നിന്നുള്ള വന്നിട്ടുണ്ട്. 2 കോളം ട്രിവാൻഡ്രത്ത് നിന്ന് മൂവ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോറിൽ നിന്ന് ഏഴിമലയിൽ നിന്ന് അവിടുന്ന് 2 ടീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് മെഡിക്കൽ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് മെഡിസിൻ എക്സെട്ര. പിന്നെ ഇവർ ആർമിക്കാർ ഇന്നലെ തന്നെ 1000 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 70 ഡെഡ് ബോഡീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 ഡോഗ് ടീം, അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള മനുഷ്യനെ കണ്ടെത്തുന്ന മനുഷ്യനെ കണ്ടെത്താൻ സ്മെല്ല് ചെയ്തിട്ട് കണ്ടെത്താനുള്ള അതൊരു ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ 110 ഫീറ്റിന്റെ ബെയിലി ബ്രിഡ്ജസ്, അത് ബാംഗ്ലൂരിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയും ഡോഗ് സ്ക്വാഡുണ്ട്. അതുപോലെ NDRFൻ്റെത്